ഹായ് എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രോമ ബോണ്ടിങ് എന്താന്നുള്ളത് പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ആക്ച്വലി ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത് വേറെ നല്ല നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു എന്നതിലുപരി ആ റിലേഷൻഷിപ്പിൽ നമുക്ക് വേദനയും അതേസമയം ആശ്വാസവും കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. അതായത് നമുക്കിപ്പോൾ പെട്ടെന്ന് അവർ നമ്മളോട് ചിലപ്പോൾ ദേഷ്യപ്പെടും, നമ്മളോട് ഭയങ്കരമായിട്ട് ഇങ്ങനെ അതായത് നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറും. ബട്ട് നെക്സ്റ്റ് സെക്കൻഡിൽ അവർ മാറിയിട്ട് ഓക്കെ ആയിട്ട് വരും. അതായത് നമ്മൾക്ക് ഒരു ആശ്വാസം നൽകും എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം തന്നെ അവർ മാറുകയും ചെയ്യും. അതായത് ഈ വിഷമവും ആശ്വാസവും ഒരേ സമയം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് രണ്ട് നമുക്ക് റിലേഷൻഷിപ്പിൽ കിട്ടുന്നുണ്ടാവും. അപ്പം നമുക്ക് ആ ബന്ധത്തിൽ നിന്ന് പുറത്തോട്ട് പോകാനായിട്ട് കഴിയില്ല. കാരണം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുക ആള് റെഡി ആകും എന്നുള്ളത്. പക്ഷെ ആള് റെഡി ആവില്ല എങ്കിലും നമുക്ക് വിഷമം ഉണ്ടാവുന്നുണ്ടെങ്കിലും ആശ്വാസം കിട്ടുന്നുണ്ട് എന്നുള്ളത് കൂടി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാതെ ഇരിക്കുന്നു. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ട്രോമ ബോണ്ട് ആണോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ മതിയാവും. അത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ട്രോമ ബോണ്ട് ആണോ അതല്ലെങ്കിൽ നോർമൽ റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളത്. സോ അതിന്റെ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്ഥിരമായി അവിടെ വിഷമം ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആ റിലേഷൻഷിപ്പ് വിട്ടു പോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾക്ക് വിഷമം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതായത് അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എപ്പോഴും അത് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ദുഃഖത്തിലാണ്, വിഷമാണ് എപ്പോഴും ഉണ്ടാവുന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതേസമയം നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുന്നുമില്ല. കാരണം നിങ്ങൾ അതിൽ തന്നെ നിൽക്കും. ബിക്കോസ് അവിടെ നിന്ന് ആശ്വാസവും കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ സോറി വന്ന് പറയും. അപ്പൊ അങ്ങനെ ആശ്വാസം കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മളത് അപ്പം തന്നെ വിട്ട് കളയും. ഓക്കെ, എന്നിട്ട് പിന്നെയും നമുക്ക് അവിടെ ഉണ്ടാവുക വിഷമാണ്. പിന്നെയും അവർ വന്ന് സോറി പറയും, ഇല്ലെങ്കിൽ അത് സോൾവ് ആക്കുമ്പോൾ നമ്മൾ വീണ്ടും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് അവിടെ എപ്പോഴും വിഷമമാണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ പോലും ആ റിലേഷൻഷിപ്പ് വിട്ട് പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ അല്ലെങ്കിൽ അവൾ മാറും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ വീണ്ടും വീണ്ടും അവർക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതായത് അവർ മാറുമോ ഇല്ലേ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആണ് നമുക്ക്. പക്ഷെ എന്നാലും ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ട്. യെസ്, ആള് മാറുമായിരിക്കും. ഇപ്പൊ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സോറി ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ, പ്രശ്നം കഴിഞ്ഞു, ആളിനി മാറും, ഇനി എന്നെ വിഷമിപ്പിക്കാനും നിൽക്കില്ല എന്ന് നമ്മൾ വിചാരിക്കും. സോ ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ അവർക്ക് വീണ്ടും വീണ്ടും അവസരം കൊടുക്കും. അതായത് നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു പോയതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് വീണ്ടും അവരിങ്ങനെ സോറി പറയുമ്പോൾ നമുക്കൊരു ആശ്വാസവും. അപ്പൊ നമ്മൾ വിചാരിക്കും ആള് മാറുമായിരിക്കും, എന്നോട് ഭയങ്കര സ്നേഹമാണ്, സോ ആള് മാറും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിരിക്കും. പക്ഷെ അവർ മാറില്ല. നിങ്ങളാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തുകൊണ്ടേയിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവർ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങൾക്കറിയാം. പക്ഷെ അവർ മുന്നേ ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തികൾ വെച്ചുകൊണ്ട് നിങ്ങൾ ആ തെറ്റുകളെ ന്യായീകരിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അതായത് അവരിപ്പോ നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കും, വേദനിപ്പിക്കുന്നുണ്ടായിരിക്കും, ഒക്കെ ശരിയാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക അവർ മുമ്പേ സ്നേഹിച്ചിരുന്നതോ അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള നല്ല വാക്കുകളോ ഒക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം വെച്ചുകൊണ്ട്, അതായത് നിങ്ങളുടെ ഓർമ്മയിലുള്ള ആ നല്ല മൊമെന്റ്സ് വെച്ചുകൊണ്ട് ഇവിടെ ഇപ്പൊ അവർ ചെയ്യുന്ന തെറ്റുകൾ പോലും ന്യായീകരിക്കാൻ ശ്രമിക്കും. ഇല്ല, ആൾക്കെന്നെ ഇഷ്ടമാണ്, എനിക്കറിയാം, ആ ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മുന്നേ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. സോ അവരുടെ മോശം പെരുമാറ്റം പോലും ന്യായീകരിക്കാൻ നിങ്ങളായിട്ട് തന്നെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നാലാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഭയം, കുറ്റബോധം, ആശയക്കുഴപ്പം ഇതൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അതായത് നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളത് നേര് തന്നെയാണ്. പക്ഷെ ആ റിലേഷൻഷിപ്പിൽ എപ്പോഴും നിങ്ങൾക്ക് പേടിയായിരിക്കും. അവരോട് എന്തെങ്കിലും കാര്യം പറയാൻ നിങ്ങൾക്ക് പേടിയായിരിക്കും, ടെൻഷൻ ഉണ്ടാവും, പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ, കുഴപ്പമാവോ, ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക, നോർമൽ റിലേഷൻഷിപ്പ് ആവുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേടിയൊന്നും ഉണ്ടാവില്ല. എല്ലാം ഓപ്പൺ ആയിട്ട് അവരോട് പറയാനായിട്ട് പറ്റും. അതിനുള്ള ഒരു ഫ്രീഡം നമുക്ക് അവിടെ കിട്ടും എന്നുള്ളതാണ്. നേരെ മറിച്ച് അത് അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് ടെൻഷനോ അങ്ങനെ കുറെ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. ഇവിടെ ഈ ഒരു ട്രോമ ബോണ്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എപ്പോഴും പേടിയും ആശയക്കുഴപ്പവും ഒക്കെയാണ്. സോ അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അതൊരു ട്രോമ ബോണ്ട് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ലാസ്റ്റ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം ഫീൽ ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാം ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓക്കെ ആവില്ല എന്നുള്ളത്. അത് അവസാനിപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന് പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം ഫീൽ ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാണ് ഈ റിലേഷൻഷിപ്പ് ഓക്കെ അല്ല, അത് വേണ്ട എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് അറിയാം
അതായത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമൊന്നും ഇവിടെ കിട്ടുന്നില്ല, സങ്കടമാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, പക്ഷേ എന്നാലും നിങ്ങൾക്കത് വിട്ടുപോകാൻ കഴിയുന്നില്ല. അപ്പൊ അത് നിർത്തിയാലോ, ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലും അപ്പൊ നിങ്ങൾക്കും ഭയങ്കര ഉള്ളൊരു വിഷമം ഫീൽ ചെയ്യാം. പക്ഷെ അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യം ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഇല്ല. കാരണം നിങ്ങൾക്ക് അവിടെ വിഷമമാണ് ഉണ്ടാവുന്നത്, എപ്പോഴും ആ റിലേഷൻഷിപ്പിൽ വിഷമമാണ്. എന്നാലും അത് വിട്ടു പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. ബാക്കി ആരൊക്കെ അത് വേണ്ട, റിലേഷൻഷിപ്പ് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അപ്പോഴും നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇല്ല, അത് മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കും എന്നുള്ളതാണ്. അങ്ങോട്ട് എപ്പോഴും ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകും. ട്രോമ ബോണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നേഹവും ദുഃഖവും മാറി മാറി വരുന്ന ഒരു ചക്രമാണെന്നൊക്കെ നമുക്ക് പറയാം. അതായത് സ്നേഹവും വരും, അതേസമയം തന്നെ നമുക്ക് ദുഃഖവും അവിടെ നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് ട്രോമ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ട് അവരോട് പറയാൻ പറ്റില്ല. എപ്പോഴും ഒരു പേടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഈ രീതിയിലൊക്കെ ആണെങ്കിൽ അത് ട്രോമ ബോണ്ട് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളുണ്ട്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ട്രോമ ബോണ്ടാണ്. ടോക്സിക് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, കുറച്ചുകൂടി കൂടിയ രീതിയാണ്. അപ്പൊ അത് നമുക്ക് അറിയാൻ പറ്റും. ഇത് ട്രോമ ബോണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണെങ്കിലും പ്രശ്നമാണ്. കാരണം ലൈഫ് നന്നായിട്ടൊന്നും മുന്നോട്ട് പോകില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം എന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഇതിൽ വരാം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ട്രോമ ബോണ്ട് എന്താണ്, ഇപ്പൊ എന്റെ റിലേഷൻഷിപ്പ് അങ്ങനെയാണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെ കുറെ പേർക്ക് സംശയമൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്